ട്രൈബൽ മിഷൻ പത്തനംതിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമല വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന നിലയ്ക്കൽ പള്ളിയിലേക്കാണ് ഇന്ന് ഞങ്ങളുടെ യാത്ര. വളരെ രസകരവും നയനമനോഹരവുമായ കാടിൻ്റെ വന്യമായ വശ്യതയിൽ ലയിച്ചുള്ള യാത്ര ഒന്ന് വേറെ തന്നെയാണ്. അത് എത്ര വിശദീകരിച്ചാലും മനസ്സിലാകില്ല, അനുഭവിച്ചു തന്നെ അറിയണം. കണ്ണിനും കാതിനും മനസ്സിനും ഒരുപോലെ അനുഭൂതി പകരുന്ന അനുഭവമായിരിക്കും ഇത്തരം യാത്രകളിൽ നിന്നും നമുക്ക് കിട്ടുന്നത്. ഒരുതരം പോസിറ്റീവ് എനർജി. പത്തനംതിട്ട ടൗണിൽ നിന്നും ഏകദേശം 40 പരം കിലോമീറ്റർ യാത്ര ചെയ്താൽ ആങ്ങമൂഴിയിൽ എത്തും. അവിടെ നിന്നും തുലാപ്പള്ളി റൂട്ടിൽ അല്പം മുൻപോട്ട് പോയാൽ റോഡിൻ്റെ സൈഡിലായി പള്ളിയുടെ സൈൻ ബോർഡ് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ നിന്നും ഏകദേശം 2.5 കിലോമീറ്റർ ഓളം ഉൾവനത്തിലേക്ക് യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് പള്ളിയിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ. വളരെ അപകടം നിറഞ്ഞതും ദുർഘടവുമായ വഴിയാണ് ഉള്ളത്. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ റൂട്ടിലൂടെ നമുക്ക് യാത്ര ചെയ്യുവാൻ. കാരണം ആന എപ്പോഴും ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് പള്ളിയിലേക്കുള്ള വഴി. വളരെ ഭയത്തോടും വളരെ ശ്രദ്ധയോടും കൂടി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്തുവാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഏകദേശം സൈൻ ബോർഡ് ഇരിക്കുന്ന ഭാഗത്തേക്ക് എത്തുകയാണ്. അവിടെ നിന്നും പിന്നെയും 2.5 കിലോമീറ്റർ വനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല മനോഹരമായ കാഴ്ചകൾ കാണാം. അത് നിങ്ങൾ ആസ്വദിക്കുക. വിശദീകരിക്കുവാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളത് അനുഭവിച്ചറിയുക. റോഡിൻ്റെ ഇരു കരകളിലും നിബിഡ വനമാണുള്ളത്. നമ്മൾ ഏകദേശം ആ ഭാഗത്തേക്ക്, ആ സൈൻ ബോർഡ് ഇരിക്കുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും നമ്മൾ നേരെ ആ ചെറിയ റോഡിലൂടെ 2.5 കിലോമീറ്റർ ഉള്ളിലേക്ക് യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പള്ളിയിൽ എത്തുവാൻ സാധിക്കൂ. ഈ സൈൻ ബോർഡിൽ നോക്കിയാൽ വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് തുലാപ്പള്ളിക്ക് പോകുന്ന വഴിയാണ്. വനസൗന്ദര്യം ആസ്വദിക്കുക തന്നെ വേണം. അതിനാണ് ഇത്തരം കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ വഴിയിലൂടെ 2.5 കിലോമീറ്റർ. ഇതെൻ്റെ സുഹൃത്താണ്. കാടിനെക്കുറിച്ചും കാടിൻ്റെ ചലനങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയുന്ന ഇദ്ദേഹത്തിൻ്റെ പേര് ബാലചന്ദ്രൻ എന്നാണ്. എൻ്റെ യാത്രകളിലൊക്കെ എൻ്റെ സന്തത സഹചാരിയായി കൂടെ വരുന്ന വ്യക്തിയാണ് ബാലചന്ദ്രൻ. ഇനി നമ്മൾക്ക് യാത്ര തുടരാം. ഇനി പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 1983 മാർച്ച് 24 ഒരു ക്രിസ്ത്യൻ പുരോഹിതനായ മാത്യു അതിയാകുളവും അദ്ദേഹത്തിൻ്റെ സഭയിലെ 2 അംഗങ്ങളും ചേർന്ന് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നും ഒരു കൽക്കുരിശ് കണ്ടെത്തിയെന്നും അത് AD 52 സെന്റ് തോമസ് സ്ഥാപിച്ച കുരിശാണെന്നും അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നു. അന്ന് തന്നെ അവിടെ താൽക്കാലികമായ ഒരു ഓലഷെഡ് നിർമ്മിക്കുകയും അവിടെ ആരാധന ആരംഭിക്കുകയും ചെയ്തു. പലർക്കും ഈ അവകാശവാദത്തിൽ സത്യമുണ്ടെന്ന് തോന്നിയില്ല. പുതിയതായി നിർമ്മിച്ച കുരിശാണെന്ന് ആരോപണം ഉയർന്നു വന്നു. കുരിശ് നിലവിലുണ്ടോ എന്ന് പോലും പലരും സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ 4 ദിവസം കഴിഞ്ഞ് കുരിശ് മോഷണം പോയെന്ന് പറഞ്ഞ് പള്ളി അധികാരികൾ പോലീസിൽ പരാതിപ്പെട്ടു. തുടർന്ന് പത്ര റിപ്പോർട്ട് വന്നതിന് ശേഷം മെയ് 19 കേരള സർക്കാർ റിസർവ് വനപ്രദേശത്ത് 1 ഹെക്ടർ ഭൂമി പള്ളി നിർമ്മിക്കുന്നതിനായി കൊടുക്കുവാൻ തീരുമാനമെടുത്തു. ഇതിനെ തുടർന്ന് 2000-ഓളം ഹിന്ദുക്കൾ ഇതിനെതിരെ പ്രകടനം നടത്തുകയും അതിനെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പലർക്കും ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തു. ഇതിനെതിരെ കേരളമാകെ വൻ പ്രക്ഷോഭം ആരംഭിച്ചു. തുടർന്ന് 1983 ജൂലൈ 8 കുരിശ് തോമാശ്ലീഹ സ്ഥാപിച്ചതാണെന്ന് തെളിയിച്ചാൽ പ്രക്ഷോഭം പിൻവലിക്കാമെന്നും അത്തരം തെളിവില്ലാത്ത സ്ഥിതിക്ക്
18 മലകൾ ചേർന്ന് അയ്യപ്പന്റെ പൂങ്കാവനത്തിൽ കുരിശ് സ്ഥാപിക്കുവാനുള്ള നീക്കത്തിൽ നിന്നും പിന്മാറണമെന്നും ഹിന്ദു സംഘടനാ നേതാക്കൾ ക്രിസ്ത്യാനികളോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ജൂലൈ 21 വടവട്ടൂരിൽ ബിഷോപ്പന്മാർ ഒത്തുകൂടുകയും നിർമ്മാണ പ്രവർത്തനം നീട്ടിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ജൂലൈ 23 സത്യാനന്ദ സരസ്വതി ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. ആഗസ്റ്റ് 19 15 ബിഷോപ്പന്മാർ കൂടിയ സബ് കമ്മിറ്റി പണിയാൻ തീരുമാനിച്ച പള്ളിയുടെ സ്ഥാനം നിലയ്ക്കൽ ക്ഷേത്രത്തിൽ നിന്നും 4 കിലോമീറ്റർ ദൂരേക്ക് മാറ്റാൻ തീരുമാനിച്ചു. ഇങ്ങനെയാണ് ഈ പ്രദേശത്തെ പള്ളി മാറ്റിപ്പണിതത്. ഇങ്ങനെ മാറ്റിപ്പണിത പള്ളിയുടെ നിർമ്മാണ ജൂബിലി 2011 ആഘോഷിക്കുകയുണ്ടായി. ഇതാണ് പള്ളിയുടെ യഥാർത്ഥ ചരിത്രം. ഇന്ന് കാണുന്ന പള്ളി യഥാർത്ഥ സ്ഥലത്ത് നിന്നും മാറ്റി പണിത പള്ളിയാണ്. നമ്മൾ ഏകദേശം പള്ളിയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പള്ളിയുടെ അടുത്തെത്തി. ഇതാണ് ആ സ്ഥാപിച്ച കുരിശ്. നമുക്ക് ആ കുരിശിൻ്റെ ചുറ്റുപാടുകൾ നോക്കിയാൽ നടുക്ക് കൊടും വനത്തിന് നടുക്കാണ് ഈ കുരിശ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പള്ളി ഇതിന് കുറച്ചുകൂടെ മുകളിലേക്ക് നമുക്ക് മാറി കയറി പോകണം. ഇതാണ് കുരിശ്. ആ കുരിശിൽ പല കാര്യങ്ങളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. തോമാസ് ലീഗയെക്കുറിച്ച്, കുരിശിൻ്റെ ആ ചുറ്റുവട്ടത്തിൽ ഇതിനെക്കുറിച്ചും അതെന്നാ സ്ഥാപിച്ചെന്നൊക്കെ താഴെ അവിടെ ഫലകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കുരിശ് പുനഃസ്ഥാപിച്ചതിനെക്കുറിച്ച് ഇവിടെ വ്യക്തമായി നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് അന്ന് സ്ഥാപിച്ച കുരിശും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൻ്റെ ചുറ്റുപാടുകളെല്ലാം വനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ചുറ്റുപാടുകൾ എങ്ങും ഒരു മൃഗത്തിൻ്റെ കാൽപ്പാടുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായതായി കാണുന്നില്ല. കുറച്ച് മുമ്പ് നമ്മൾ യാത്ര ചെയ്തപ്പോൾ, യാത്രയിൽ ഇങ്ങോട്ട് വന്നപ്പോൾ റോഡിൻ്റെ സൈഡിൽ, റോഡിൻ്റെ നടുവിൽ ആനപ്പിണ്ടവും അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ ഇതിൻ്റെ പരിസരത്തെങ്ങും ഒരു മൃഗങ്ങൾ കയറിയതായിട്ടോ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതൊരു എന്താണ്, ഇവിടെ വരുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ കാടിൻ്റെ ആ ഊഷ്മളതയും ആ ഭംഗിയും പ്രത്യേകിച്ച് പള്ളിയുടെ ഒരു ദൈവിക പരിവേഷവും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ, ഇവിടെ വരുമ്പോൾ ഒരു ഹൃദയത്തിനൊരു സമാധാനവും ഒരു തണുപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നതായി, ഒരു പോസിറ്റീവ് എനർജിയുടെ ഫീൽ ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതാണ് കുരിശ്. ചുറ്റുപാടുള്ള വനത്തിൻ്റെ ആ ഭംഗി നമ്മൾക്ക് ആസ്വദിക്കാൻ സാധിക്കുകയാണ്. ഉയർന്നു നിൽക്കുന്ന വൻമരങ്ങൾ. ഇനി കുറച്ച് മുകളിലോട്ട് കയറിപ്പോയെങ്കിൽ മാത്രമേ നമുക്ക് പള്ളിയിലെത്താൻ സാധിക്കൂ. നമുക്ക് കുറച്ച് മുകളിലോട്ട് കയറി പോകാം. അപ്പോൾ പള്ളിയുടെ ആ പണിയൊക്കെ നമുക്കൊന്ന് കാണണം. വളരെ മനോഹരമായാണ് പള്ളി പണിതിരിക്കുന്നത് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. മുകളിൽ കാണുന്ന ബിൽഡിങ് ഒരു എക്യൂമെനിക്കൽ സെൻ്ററാണ്. ഇതിൻ്റെ പള്ളിയുടെ എക്യൂമെനിക്കൽ സെൻ്ററാണ്. സെൻറ് തോമസ് ചർച്ച് ആൻഡ് എക്യൂമെനിക്കൽ സെൻ്റർ എന്നാണ് പറയുന്നത്. ഇതാണ് പള്ളി. വളരെ പുരാതനമായ മാതൃകയിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത്. വളരെ പഴയകാല സെൻറ് തോമസ് സ്ഥാപിച്ചു എന്ന് പറയുന്ന 7 പള്ളികളിലെ പള്ളികൾ പണിതതുപോലെ ആ പുരാതന മാതൃകയിൽ തന്നെയാണ് ഈ പള്ളിയും പണിതിരിക്കുന്നത് എന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നതാണ്. വളരെ വളരെ മനോഹരമായിട്ടാണ് ഈ പള്ളിയുടെ ഈ വനത്തിൻ്റെ നടുവിൽ പണിതിരിക്കുന്നത്. പള്ളിയുടെ മാതൃക ഇതുവരെ ഈ പള്ളിയിൽ വരാത്തവരും കാണാത്തവരും ഈ പള്ളി വ്യക്തമായി കണ്ട് മനസ്സിലാക്കാവുന്നതാണ്.
ഇനി നമുക്ക് പള്ളിയുടെ ചുറ്റുപാടൊന്ന് പരിസരം ഒന്ന് വീക്ഷിച്ച് നോക്കാം. ആ കാടിൻ്റെ നടുവിലാണ് ഈ പള്ളി ഇരിക്കുന്നതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുറ്റുപാട് പള്ളിയുടെ ചുറ്റുപാടാണ് എന്ത് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ഈ പള്ളിക്ക് ചുറ്റുമുള്ളത്. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഒരു കാലാവസ്ഥയുടെ ഒരു കണ്ടീഷൻസ്, ഫ്രഷ് എയർ ശ്വസിക്കാൻ സാധിക്കും, ശുദ്ധമായ വായു ശ്വസിക്കാൻ പറ്റും. എല്ലാം കൊണ്ടും മനോഹരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് പള്ളി. ഒരിക്കൽ കൂടി പള്ളി കാണാത്തവർ കണ്ടുകൊള്ളുക. ഞങ്ങൾ കാടിറങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇത്തരം ഒരു അനുഭവം, ഇത്തരം ഒരു സാഹചര്യം ഒരുക്കാൻ ഞങ്ങൾക്ക് പറ്റി. ഇത് കണ്ട് നിങ്ങൾ ആസ്വദിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.